എന്റെ മുഖം കണ്ട ആർക്കെങ്കിലും പേടി തോന്നും? കണ്ണിന്റെ മുഖമല്ലേ ഏട്ടന്റെ. ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. എന്റെ അനുമോൾ അടുത്തത് കൂടി കാണിക്കുമോളെ. ഇതെന്റെ അനുമോൾക്ക് മാധുരി സമ്മാനമായിട്ട് നൽകിയത്. ഈ മോളെ ഞങ്ങൾക്ക് കിട്ടുമ്പോ അവൾ ഇട്ടിരുന്ന മാലയും ഫ്രോക്കുമോ ഇത്? ഈ ഉടുപ്പായിരുന്നല്ലോ അപകടം നടക്കുമ്പോ എന്റെ കുഞ്ഞുടുത്തിരുന്നത്. ശങ്കർ, ഇത് അനുമോളുടെ മാല. ആതിരെ, ഇത് കുഞ്ഞിന്റെ ഉടുപ്പ്. മോളെ, മതി അച്ഛ, എനിക്കത് കേട്ടാ മതി. ഇതേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഒന്ന് മോളേന്ന് വിളിക്കുന്നത് കേൾക്കണം. പഠിക്കുമ്പോ അച്ഛനാര് അമ്മയാരെന്നൊക്കെ കൂട്ടുകാര് ചോദിക്കുമ്പോ ഞങ്ങൾ അനാഥാലയത്തിൽ വളരുന്നവര് തല കുനിച്ചു നിൽക്കും. ബാക്കിയുള്ളവര് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അമേരിക്കയിൽ പോണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛനെ അമ്മയെ ഒന്ന് കാണുക എന്നുള്ളതായിരുന്നു. ഞാൻ അച്ഛനെ കണ്ടു. അമ്മ കാണാത്തൊരു ലോകത്താണെന്ന് ഞാൻ അറിഞ്ഞു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ അച്ഛ. അതിന് എന്താ ചെന്ന് വിളക്കെടുത്തുണ്ടോ? എന്റെ മോളെ വിളക്കൊഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറ്റാൻ. എനിക്ക് ഇതിൽ കൂടുതൽ ഒരു തെളിവ് ഇനി വേണ്ട. മോള് പറഞ്ഞ വാക്കുള്ള സത്യസന്ധത, അതാണ് ഏറ്റവും വലിയ തെളിവ്. മോളെ, ഈ നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മോളുടെ അമ്മയാണ്. മോള് വാ, വാ, അമ്മയെ കാണണ്ടേ, വാ. ഇതാ മോളെ അമ്മ. മോളെ, അമ്മയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കും. മാഷേ, ഇതെടുത്ത് കഴിക്ക്. ആഹാരം കഴിക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ജാമ്യം എടുത്ത് ഇറങ്ങാൻ നോക്ക്. താമസിച്ച വീട്ടുകാർക്കും ബന്ധുക്കൾക്കും നമ്മളെ ഇറക്കാനുള്ള താല്പര്യം അങ്ങ് കുറയും. മാഷിന്റെ മോള് പൂജമോളെ ആളിങ്ങോട്ട് വന്നില്ലല്ലോ. പാവം, അവൾ എനിക്ക് വേണ്ടി ഓടുകയായിരിക്കും. ആ നന്ദഗോപൻ സാറിനെ കണ്ട് ജാമ്യത്തിന്റെ കാര്യം നോക്കുകയായിരിക്കും. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പൂജമോളുടെ യഥാർത്ഥ അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കണം. എന്നിട്ട് അവളെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. അവളുടെ ഡ്രസ്സും മാലയും ഒക്കെ വെച്ച് ഞാൻ പത്രത്തിലൊരു പരസ്യം കൊടുക്കും. അത് കണ്ട് രക്ഷിതാക്കൾ വരും. ഇതങ്ങ് നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്യേണ്ടതായിരുന്നു. അവൾ എന്നെ പിരിഞ്ഞു പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു.
ഗുരുത്വം, വിവേകം, സഹജീവികളോടുള്ള സ്നേഹം, ഇത് മൂന്നും ഒരാളിൽ ഒരുമിച്ച് കിട്ടുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ പൂജമോൾക്ക് ഇതെല്ലാം ഉണ്ട്. അവള് എന്നും എൻ്റെ മോളായി തന്നെ കൂടെ ഉണ്ടാകണമെന്നത് എൻ്റെ സ്വാർത്ഥതയായിരുന്നു. പക്ഷേ അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കും കിട്ടേണ്ട സ്നേഹം ഞാൻ തട്ടിയെടുക്കാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലുടൻ അതിനു വേണ്ടത് ചെയ്യും. സ്നേഹസദനം അവളെ ഏൽപ്പിക്കും. പ്രിയയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്താം. മോർണിംഗ് സാർ. ആ എന്താ ഏട്ടാ, ഒരുപാട് പർച്ചേസ് ചെയ്തെന്ന് തോന്നല്ലോ. അനുമോൾക്ക് വേണ്ടി കുറെ ഡ്രസ്സ് എടുത്തു. ആ അതെന്തായാലും നന്നായി. ഇപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത്. ഒരച്ഛന്റെ കടമകൾ ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം കിട്ടി തുടങ്ങിയത്. ചേട്ടന്റെ മനസ്സിൽ കരുതി വെച്ചിരുന്ന സ്നേഹം മുഴുവൻ വാരിക്കോരി കൊടുക്കുകയാണല്ലോ. അനാഥാലയത്തിൽ വളർന്ന അവക്ക് ഇത്തരം സൗഭാഗ്യങ്ങളൊന്നും കിട്ടിക്കാണില്ല. അവക്ക് വലിയ സന്തോഷാവും അല്ലേ ഏട്ടാ? അതെ, ഇനി അവളെ ഞാനൊരു രാജകുമാരിയെ പോലെ നോക്കും. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ വീട്ടിൽ ആകെ ഒരു വിഷമവും പിരിമുറുക്കവും ഒക്കെ ആയിരുന്നില്ലേ? ഇനി അങ്ങോട്ട് കളിയും ചിരിയും മാത്രമേ പാടുള്ളൂ. ഞാനിതൊക്കെ മോൾക്ക് അങ്ങോട്ട് കൊടുക്കട്ടെ. മോളെ മോളുടെ വിഷമം അച്ഛന് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് അമ്മയെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അമ്മ മോളെ കാണുന്നുണ്ട്. നമ്മളെയൊക്കെ അനുഗ്രഹിച്ച് അമ്മ നമ്മുടെ കൂടെയുണ്ട്. മോള് വിഷമിക്കുന്നറിഞ്ഞാൽ അമ്മയ്ക്ക് പ്രയാസവും. വാ, മോൾക്ക് കുറെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്ക്. അച്ഛാ, ഇതെല്ലാം എനിക്കാണോ? ഇത് മാത്രം. ഷോപ്പിംഗ് തുടങ്ങാൻ പോന്നേ ഉള്ളൂ. സ്നേഹസദനത്തില് എനിക്കാകെ 2 ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലിടാനൊന്നും പുറത്തിടാനൊന്നും. ഒരു ഡ്രസ്സിന് വേണ്ടി എത്ര കെഞ്ചി പറഞ്ഞാലും അവിടുത്തെ അച്ഛൻ എടുത്തു തരില്ല. അങ്ങനെയായിരുന്നോ? ഞാൻ കരുതിയത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാണ്. അച്ഛന്റെ മനസ്സിലെ സങ്കല്പം മാറ്റണ്ട അച്ഛ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ല മോള് പറ, എനിക്കൊക്കെ അറിയണം. അവിടെ നടന്ന ആ കൊലപാതകം. മോളോട് സാവകാശം കാര്യങ്ങൾ ചോദിക്കാനിരിക്കുകയായിരുന്നു. എന്തായാലും മോള് പറ, എന്താ അവിടുത്തെ സത്യങ്ങൾ? പൂജയും വിശ്വനാഥനെയും ഈ വീടുമായി അകറ്റണം. മോളൊന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. എന്താണെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അവിടെ അച്ഛന് എവിടെ നിന്നൊക്കെയോ പണം വരുന്നുണ്ടായിരുന്നു. ചാരിറ്റി എന്നും പറഞ്ഞ് ഞങ്ങളുടെയും കൊച്ചുകുട്ടികളുടെയും പടം കാണിച്ച് ഫണ്ട് വരുത്തിയിരുന്നു. അവിടുത്തെ കഷ്ടപ്പാടുകൾക്കിടയിലാണ് അച്ഛാ ഞാൻ തേജയുമായിട്ട് പരിചയപ്പെടുന്നത്. സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു നടന്ന ഞാൻ ആ ദുഷ്ടന്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. മോള് പറഞ്ഞു. എന്റെ അച്ഛനോട് ഞാൻ ഇതൊക്കെ എങ്ങനെ പറയും? അച്ഛനല്ലേ പറയുന്നത്, മോള് പറഞ്ഞു. അയാൾ ഒരു കോടീശ്വരനാണെന്ന് വിശ്വനാഥൻ അച്ഛൻ തെറ്റിദ്ധരിച്ചു. അയാളുടെ പക്കലുള്ള പണം മുഴുവൻ എന്റെ സ്നേഹം ഉപയോഗിച്ച് എടുക്കാന്നുള്ളതായിരുന്നു അച്ഛന്റെ ഉദ്ദേശം. തേജ ഒരു ക്രിമിനൽ ആണെന്നൊക്കെ ഞാനും പിന്നീട് അറിഞ്ഞത്. അന്ന് രാത്രി അയാളെ ആശ്രമത്തിൽ വിളിച്ചു വരുത്തി പണത്തെ ചൊല്ലി അവര് തർക്കിച്ചു. പിന്നീട് അച്ഛൻ കുത്തിക്കൊന്നു. ഒന്നും ഓർക്കാൻ വയ്യച്ച, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ വിശ്വനാഥൻ ഇത്രയും വലിയ ദുഷ്ടനായിരുന്നു.
പൂജ പറഞ്ഞപ്പോ പൂജ എല്ലാ കാര്യത്തിനും അച്ഛന് സപ്പോർട്ടായിരുന്നു. അച്ഛന്റെ മരണശേഷം അവൾക്ക് ആ സ്നേഹസദനം സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു അതൊക്കെ. അച്ഛാ, അച്ഛന്റെ ജോലിയിൽ ഞാൻ ഇടപെടുകയാണെന്ന് കരുതരുത്. എന്താ മോളെ? ഇത്രയും ദുഷ്ടത കാണിച്ച ആളെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറക്കരുത്. അദ്ദേഹത്തിന് വേണ്ടി അച്ഛൻ കേസും വാദിക്കരുത്. അത് മോളിനി എന്നോട് പ്രത്യേകിച്ച് പറയണ്ട. എന്ത് വില കൊടുത്തും അയാളെ പുറത്തു കൊണ്ടുവരണമെന്നാ ഞാൻ വിചാരിച്ച്. പക്ഷേ ഇപ്പം മനസ്സിലാവുന്നു, ഇതുപോലെയുള്ളവർ പുറത്തു വന്നാൽ നല്ലവരായ ആൾക്കാർക്ക് ഭീഷണിയാണ്. ആ, മോളിനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇനി മോളുടെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടം. പഴയതൊക്കെ മറന്നേക്കൂ. മോളുടെ ജീവിതത്തില് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയാണ്. വരുന്ന ദിവസങ്ങളിൽ മോൾക്ക് കുറേ സർപ്രൈസുകൾ അച്ഛൻ കരുതി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ് ആണ് അച്ഛാ? അതൊക്കെ ഞാൻ പറയാം. അതെ, ശങ്കർ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും. ഞാനിപ്പോ വരാം. ഒക്കെ ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഒരു വിശ്വനാഥനും പൂജയും. ഇനി രണ്ടിന്റെയും ഭാവി എന്റെ കയ്യിലാണ്. എന്താടാ? അല്ലേടാ, ആതിര പറഞ്ഞു അവക്ക് വേണ്ടിയിട്ട് ധാരാളം ഡ്രസ്സൊക്കെ വാങ്ങിയെന്ന്. അതെ, അതിന് അല്ല, അവക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നതിന് എനിക്ക് സന്തോഷമാ. പക്ഷേ നിന്റെ സംശയമൊന്നും ഇതുവരെ മാറിയില്ല ശങ്കരേ. എന്റെ സംശയം അല്ല ഏട്ടാ, പരിചയക്കാരിൽ പലർക്കും ആ സംശയമുണ്ട്. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കണം. ഞാൻ ആദ്യം മറുപടി കൊടുക്കേണ്ടത് എന്റെ മനസാക്ഷിയോടാണ്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി സംശയമുള്ളവരോട് എന്നോട് ചോദിക്കാൻ പറ. നോക്ക് ശങ്കരേ, അനു ഇട്ടിരുന്ന ഫ്രോക്ക്, ആ മാല, ആ ഫോട്ടോ, അതിലൊക്കെ നിനക്ക് സംശയമുണ്ടോ? അതില്ല. അല്ല, പ്രിയ താമസിച്ചിരുന്ന ആ സ്നേഹസദനം, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുക. അപ്പോ അവിടുന്ന് വരുന്നൊരു കുട്ടിയായതുകൊണ്ട് അതിന് ഇവിടെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? ഒരാൾ ഒരു ക്രൈം ചെയ്തു, അതിന് മറ്റുള്ളവരെന്ത് പഴിച്ചു? ഇപ്പൊ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു കൊലപാതകം നടന്നു. നമുക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് അതിന്റെ പിന്നിൽ എന്ന് വെച്ച് നമ്മൾ എല്ലാ ബന്ധുക്കളെയും സംശയിക്കാമോ? ഏട്ടാ, ഞാൻ അതല്ല പറയുന്നത്. പിന്നെ വസ്തുക്കളെല്ലാം ഏട്ടൻ അവരുടെ പേരിൽ എഴുതി വെക്കുകയാണെന്ന് പറയുന്നു. നല്ല കാര്യം. പക്ഷേ എല്ലാത്തിനും നിയമപരമായൊരു വ്യക്തത വേണ്ടേ? നമുക്കൊരു DNA ടെസ്റ്റ് നടത്തിയാലോ? ശങ്കർ, ഞാൻ പറഞ്ഞു, എനിക്ക് സയൻസിനേക്കാൾ എന്റെ മനസ്സിനെയാണ് കൂടുതൽ വിശ്വാസം. അതുമല്ല, മകളാണെന്ന് തെളിയിക്കാൻ DNA ടെസ്റ്റ് വേണമെന്ന് അനുവിനോട് പറയുക എന്ന് വെച്ചാ നോ, അത് പറ്റില്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊരു ഏട്ടാ, മോള് നമ്മുടെ അനുമോള് തന്നെയാ. എങ്കിലും ശങ്കരേട്ടൻ പറയുന്നത് പോലെ ഒരു തെളിവുണ്ടായിരുന്നെങ്കിൽ പിന്നെ. ആരുടെ മുമ്പിലാ ആതിരെ ഞാൻ തെളിവ് ഹാജരാക്കേണ്ടത്? എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ അവൾ എന്റെ മകളാണെന്ന് സ്ഥാപിക്കാൻ ഇനി ഒരു തെളിവിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ 20ഓളം വർഷമായി എന്റെ കുട്ടി ആ നരകത്തിൽ കിടന്ന് തീ തിന്നുകയായിരുന്നു. അക്കാലം അത്രയും എന്റെ മകൾ എവിടെ ജീവിക്കുന്നെന്നറിയാതെ ഉരുകി തീരുകയായിരുന്നു ഞാൻ. പകൽ പോലെ വ്യക്തമായ തെളിവുകളോടുകൂടെ തന്നെയാണ് അവൾ എന്നെ തേടി വന്നത്. ആക്സിഡന്റ് നടന്ന സ്ഥലം, എന്റെ മകളെ ആ മനുഷ്യന് കിട്ടിയ ഇടം, അത് റിപ്പോർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ, എന്റെ മകളുടെ സാധനങ്ങൾ, അതിനപ്പുറം ഒരു തെളിവ് എനിക്കിനി വേണ്ട. ഇനിയും DNA ടെസ്റ്റ് എന്ന പേരിൽ അവളെ സങ്കടപ്പെടുത്താൻ ഞാനില്ല. അതവളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്റെ മകളെ അപമാനിക്കാൻ എനിക്കിനി വയ്യ. ഇക്കാര്യം പറഞ്ഞ് ഇനി ഇവിടെ തെളിവിനാരും ശ്രമിക്കുകയും വേണ്ട.
മോളെ. ഞാൻ മോളെ വിളിക്കാനായിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്തയുണ്ട്. സർ, മോളുടെ കാര്യം എന്തായി? ആ, അതാ ഞാൻ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞത്. എന്താ സർ, പറയൂ. ആ, പറയാം മോളെ. ഇതാണ് എന്റെ മോൾ അനു. പ്രിയ സാറിന്റെ മോളോ? ഞാനും ആദ്യം ഇതുപോലെ തന്നെ അതിശയിച്ചു. എല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളാ. എല്ലാ സുഖങ്ങളും അനുഭവിച്ച് വളരേണ്ട എന്റെ മകൾ വളർന്നത് അനാഥാലയത്തിൽ. അവിടെ നടന്ന ആ കൊലപാതകം എല്ലാം തിരിച്ചറിയാനുള്ളൊരു നിമിത്തമായി. എല്ലാം ദൈവം തീരുമാനിച്ചുറപ്പിച്ചതാ. ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. കൊട്ടാരത്തിൽ രാജാവായി വാഴേണ്ട ശ്രീരാമദേവന് വനവാസം അനുഭവിക്കേണ്ടി വന്നില്ലേ? പ്രിയ സാറിന്റെ മോളാണെന്ന് അറിയുന്നതിൽ ഏറ്റവും സന്തോഷം എനിക്കാ. പക്ഷേ ഇത്രയും നാള് ഇവളുടെ ഒടുക്കത്തെ സംശയം. മോളെ, 3-ാം വയസ്സിൽ ആ ജോസഫ് കാർ അപകടത്തിൽപ്പെടുത്തിയ കാര്യമൊക്കെ മോക്കറിയാമല്ലോ. അവിടുന്ന് രാമപുരത്തെ ഒരാളുടെ കയ്യിൽ കിട്ടി. ആ ആൾ എന്റെ അനുമോളെ സ്നേഹസദനത്തിലെത്തിച്ചു. ഇപ്പോ സ്നേഹസദനം സീൽ വെച്ച സമയത്ത് അനുമോൾക്ക് അടയാളങ്ങളെല്ലാം കിട്ടിയത്. ശിവരാമന്റെ ഭാര്യ മോളെയും കൂട്ടി വന്നത്. പൂജയ്ക്ക് എന്നാലും വിശ്വാസമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അച്ഛാ. വിശ്വാസക്കുറവോ? സാറും പ്രിയയും പറയുന്നത് ഞാൻ എന്തിനാ വിശ്വസിക്കണം? ഒക്കെ ഒരു അതിശയം പോലെ തോന്നുക. ജീവിതം തന്നെ അത്ഭുതവും അതിശയൊക്കെ തന്നെയല്ലേ മോളെ. ഇപ്പൊ തന്നെ മോളുടെ അച്ഛനാരാ അമ്മയാരാന്നൊക്കെ അന്വേഷിച്ചു പോയാൽ ഇതുപോലെ അത്ഭുതങ്ങൾ അവിടെയും നടക്കും. യഥാർത്ഥ അച്ഛനെ തിരിച്ചു കിട്ടിയാലും എന്റെ അച്ഛൻ വിശ്വനാഥൻ എന്ന ആ മനുഷ്യൻ തന്നെയായിരിക്കും സർ. ഞാനിപ്പോ വന്നത് എനിക്കറിയാം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞത്. വിശ്വനാഥന് വേണ്ടി ഞാൻ വാദിക്കില്ല. എന്താ സർ? കുട്ടിക്ക് വിഷമം തോന്നണ്ട. ഞാൻ അയാൾക്ക് വേണ്ടി വാദിക്കില്ല. സർ, സാറിന്റെ വാക്ക് വിശ്വസിച്ച ഞങ്ങൾ ധൈര്യത്തോടെ ഇരുന്നത്. ചതിക്കരുത്, കൈവിടരുത്, അപേക്ഷയ. കുട്ടിയുടെ വിഷമമല്ല എനിക്ക് മനസ്സിലാവും. പക്ഷേ എല്ലാം അറിയുമ്പോ അയാള് ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന് കുട്ടിയും പറയും. ആ സ്നേഹസദനം അയാളെ സംബന്ധിച്ചൊരു മറയാണ്. അധോലോക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു മറ. സർ, മഹാപാപം കിട്ടുന്ന കാര്യങ്ങളെ സാറി പറയുന്നത്. വിറ്റാൽ കോടികൾ കൊടുക്കാമെന്ന് എത്രയോ പേര് വില പറഞ്ഞതാ സ്നേഹസദനത്തിന്. പക്ഷെ ആരോരും ഇല്ലാത്തവർക്ക് വേണ്ടി അച്ഛനത് കാത്തു സൂക്ഷിക്കുക. ഈ പ്രായത്തിലും രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച് കിട്ടുന്ന ഓരോ പൈസയും ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക. നമ്മളൊക്കെ എത്ര ജന്മം ജനിച്ചാലും അദ്ദേഹത്തെ പോലെ ആവാൻ പറ്റില്ല സർ. കുട്ടി, എല്ലാ കുഴപ്പക്കാരുടെയും രീതി ഇങ്ങനെ തന്നെയാ. അവർ നന്മയുടെ ഒരു മുഖംമൂടി വെക്കും. വിശ്വനാഥന്റെയും ലാളിത്യവും സ്നേഹവും ഒക്കെ
ഒരു മുഖം മൂടിയ ഒന്നാം തരം ക്രിമിനലാണ് അദ്ദേഹം. സർ പ്ലീസ്, അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാതിരിക്കാൻ സാറിന് അവകാശമുണ്ട്. പക്ഷെ ആ മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ സാറിന് റൈറ്റ് ഇല്ല. സാറ് ക്ഷമിക്കണം. അങ്ങനെ അപമാനിച്ചാൽ ഇനി ഞാൻ കേട്ടോണ്ട് നിൽക്കുകയില്ല. എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാൻ സാറിനെ കണ്ടിട്ടുള്ളത്. പ്ലീസ്, അതങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്ലീസ്. പൂജ, സ്നേഹസദനം ഭാവിയിൽ നിന്റെ പേരിൽ എഴുതി തരും. അതിനുവേണ്ടി പക്ഷെ എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിച്ച അത് ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല. മോളെ, ഇതൊരു ഇഷ്യൂ ആക്കണ്ട. പൂജയിലൂടെയാ ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞത്. ആ സ്നേഹം എനിക്ക് പൂജയോടുണ്ടായിരിക്കും. സത്യത്തിൽ എന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞത് പൂജ കാരണമാണ്. പക്ഷേ സ്നേഹസദനവുമായോ വിശ്വനാഥനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഇനി ഞാനുണ്ടാവില്ല. സോറി, അതിനായിട്ട് ഇനി എന്നെ കാണാൻ വരരുത്. അസൂയ സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ഇപ്പൊ ഈ ദേഷ്യമൊക്കെ കാണിച്ചത്? അസൂയ? നമ്മളെക്കാൾ ഉയർന്നവരെ കാണുമ്പോഴല്ലേ അസൂയ തോന്നേണ്ടത്. നമ്മളെക്കാൾ താഴ്ന്നവരോട് സഹതാപമേ തോന്നൂ. ഓഹോ, ഉള്ളിലെ കരച്ചിലൊക്കെ അടക്കി വാചകം അടിക്കുകയാണല്ലേ. സ്നേഹസദനത്തിലെ ധനകാര്യം, ആഭ്യന്തരം, ആരോഗ്യം, വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ വകുപ്പുകളുടെയും മന്ത്രിയായിരുന്ന ആള് ഇപ്പൊ ഏതാണ്ട് വഴിയാധാരമായതിന്റെ ഫ്രസ്ട്രേഷൻ അല്ല. നോക്ക്, വിശ്വനാഥന് വേണ്ടി വാദിക്കരുതെന്ന് അച്ഛനോട് പറഞ്ഞത് ഞാനാ.